ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഷെയ്മ സുഫിയാൻ. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഐക്കയിൽ പോകുന്നതാണ്. ഐക്ക എന്ന് പറയുമ്പം ചിലർക്ക് മനസ്സിലാവും, ചിലർക്ക് മനസ്സിലാവില്ല. അപ്പോൾ മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഐക്ക എന്ന് പറയുന്നത് ഒരു ഹോം ഫർണിഷിങ് ഷോപ്പാണ്. ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് യാസ് ഐലൻഡിലാണ്. ഞങ്ങൾ ഇവിടുന്ന് മുസഫിന്ന് അവിടത്തേക്ക് ഒരു 20 മിനിറ്റ്സ് ഡ്രൈവ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഞങ്ങൾ ഈസി റോഡ് വഴിയാണ് പോയത്. ഖലീജ് അറബ് റോഡ് വഴി പോയാൽ നമുക്ക് വേഗം തന്നെ എത്താൻ പറ്റും. ആ റോഡിലേക്കൂടി പോകുമ്പോൾ നമുക്ക് അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ട് കാണാൻ പറ്റും. ഇതെടുക്കാൻ കാരണം മിനിറ്റിന് ഫ്ലൈറ്റ് ഇറങ്ങുന്ന ഒരു എയർപോർട്ടാണിത്. അപ്പം ഈ ഒരു ടൈം ഒരാൾ പോലും ഇല്ല എയർപോർട്ടിൽ. അപ്പം അത് കണ്ടിട്ട് അത്ഭുതമായിപ്പോയി, അതുകൊണ്ടാണ് എടുത്തത്. യാസ് ഐലൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ടൂറിസ്റ്റ് ഏരിയ ആണ്. അവിടെ ഫെറാറി വേൾഡ് ഉണ്ട്, ഫോർമുല റോസ് ഉണ്ട്, അതുപോലെ തന്നെ യാസ് വാട്ടർ വേൾഡ് ഉണ്ട്. ഇതാണ് യാസ് വാട്ടർ വേൾഡ്, ഒരു നൈറ്റ് വ്യൂ ആണ്. പിന്നെ വാർണർ ബ്രോസ് വേൾഡ് ഉണ്ട്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കിടുക്കാച്ചി സംഭവം തന്നെയാണ്. ഈ കാർട്ടൂൺ ക്യാരക്ടേഴ്സ്, അതുപോലെ തന്നെ സൂപ്പർ ഹീറോസ്, അതൊക്കെയുള്ള ഒരു സംഭവമാണത്. ഒരു ഇൻസൈഡ് പാർക്കാണത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടിക്കറ്റിനൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. ഈ വാർണർ ബ്രോസ് വേൾഡിലൊക്കെ കയറണമെങ്കിൽ ഇവിടുത്തെ 300 AD, നാട്ടിൽ ഏകദേശം 6000 വരും ടിക്കറ്റിൻ്റെ ഒക്കെ റേറ്റ്. അപ്പോൾ നമ്മളിതാ ഐക്കയിൽ എത്തിയിട്ടുണ്ട്. ഐക്കയിൽ എത്തിയപാടെ തന്നെ നമുക്ക് ഫസ്റ്റ് കാണാൻ പറ്റുന്നത് കുറച്ച് ഓഫറിലെ ഐറ്റംസാണ്. നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഫസ്റ്റ് തന്നെ വെച്ചിട്ടുണ്ടാവും. ഐക്ക എന്ന് പറയുന്നത് ഒരു നല്ലൊരു ബ്രാൻഡാണ്. ഇവരുടെ പ്രോഡക്റ്റ്സ് നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്സാണ്. അതുപോലെ തന്നെ അഫോർഡബിൾ പ്രൈസുമാണ്. ഇതിനു മുമ്പ് ഞാനൊരു അബുദാബിയിൽ ഏറ്റവും ചീപ്പ് റേറ്റിൽ കിട്ടുന്ന പാത്രങ്ങളൊക്കെ ഉള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ ഞാൻ മുകളിൽ ലിങ്ക് കൊടുക്കാം. അതിനെ അപേക്ഷിച്ചിട്ട് ഇത് കുറച്ച് എക്സ്പെൻസീവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഐക്കയുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട സാധനം ഇതുപോലെ എല്ലാം അതാത് സ്ഥലത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ പ്ലേറ്റ്സ് ആയിക്കോട്ടെ, ഇവിടെ വെച്ച ചെടികളായിക്കോട്ടെ, പിന്നെ സിങ്ക്, ടാപ്പ്, ഗ്യാസ് സ്റ്റോപ്പ്, ഇതിൻ്റെയൊക്കെ റേറ്റ് അതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും. പിന്നെ ഈ ഒരു കിച്ചൺ മുഴുവൻ ക്യാബിനറ്റ് സെറ്റും അതിൻ്റെയൊക്കെ റേറ്റും അവിടെ ഉണ്ടാവും. ഇതൊരു ഇലക്ട്രിക് ഗ്യാസ് സ്റ്റോപ്പാണ്. അതിൻ്റെ റേറ്റാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. 1699 AD ആണ് അതിന് വരുന്നത്. ഇത് വേറൊരു ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്ത കിച്ചണാണ്. നല്ല വൈറ്റ്, ക്രീം ആൻഡ് വുഡൻ കളർ ടച്ചുള്ളൊരു ഇൻറ്റീരിയർ ഡിസൈനാണ് ഈ ഒരു കിച്ചണിൽ കൊടുത്തത്. നമ്മൾ നേരത്തെ കണ്ടത് നല്ല ഡാർക്ക് ഗ്രീനും വൈറ്റ് കളറും കോമ്പിനേഷനുള്ളൊരു കിച്ചണാണ്. ഈ ഒരു കിച്ചണിലേക്ക് വരുമ്പോൾ നല്ലൊരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ഐക്കയിൽ ഏകദേശം എല്ലാ കിച്ചൺ ക്യാബിനറ്റ് സെറ്റും ബോട്ട് പിൻ ഡോസൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഭയങ്കര ഈസിയാണ് നമുക്ക് യൂസ് ചെയ്യാൻ. അതുപോലെ തന്നെ സൂക്ഷിക്കാനും ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ്. ഇത് നല്ലൊരു ഇൻറ്റീരിയർ ചെയ്ത ബാത്റൂം സെറ്റാണ്.
പിന്നെ നമുക്ക് ഇവിടുന്ന് ഒരു സാധനം ഇഷ്ടമായെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു സെറ്റ് മുഴുവനായിട്ട് വാങ്ങണം എന്നില്ല. ഇവിടെ ഈ ഒരു ക്യാൻഡിൽ നമുക്ക് ഇഷ്ടമായെങ്കിൽ അത് മാത്രം നമുക്ക് മേടിക്കാൻ പറ്റും. ഇവർ അതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചതാണ്. ഇത് നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഇവർ കാണിച്ചു തരുന്നതാണ്. അതാണ് ഈ ഒരു ഐക്യേൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നതും. ഇതൊരു ബെഡ്റൂമാണ്. അതിൽ ആഷ് ഗ്രേ കളർ പെയിൻ്റാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. അതിൽ ക്രീം കളർ ടച്ചുള്ള ഫർണിച്ചറാണ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചത്. അപ്പം നമ്മളുടെ ഒരു ഗ്രേ കളർ പെയിൻ്റുള്ള ഒരു റൂമാണെങ്കിൽ നമ്മൾക്ക് ഇവിടുന്ന് എന്തെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളത് മേടിച്ച് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ എന്തായാലും മാച്ച് ആവും. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ അധികം സ്പീഡാക്കാതെയാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം വേറൊന്നുമല്ല, നിങ്ങൾക്കിത് കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഹൈ ക്വാളിറ്റിയിൽ തന്നെ വീഡിയോ കാണാൻ നോക്കുക. അതെങ്ങനെയാണ് ഹൈ ക്വാളിറ്റി ആക്കലെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ റൈറ്റ് സൈഡിലായിട്ട് മുകളിൽ 3 ഡോട്ട്സ് ഉണ്ടാവും. അതിൽ ക്വാളിറ്റി എന്നുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ 144p മുതൽ 1080p വരെ നമുക്ക് ക്വാളിറ്റി കൂട്ടാൻ കഴിയും. അപ്പോൾ അതിൽ 720 അല്ലെങ്കിൽ 1080p തന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ കാണാൻ നോക്കുക. എന്നാലേ നമുക്കതിൻ്റെ ഒരു ക്ലാരിറ്റി മനസ്സിലാവും. പിന്നെ ഇതൊരു ഗ്രേയും ബ്ലാക്കും മിക്സ് ആയിട്ടുള്ളൊരു ഡൈനിങ് ഏരിയയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല ഒരു ബ്ലാക്ക് കളറിൽ ഷോക്കേസൊക്കെ കൊടുത്തിട്ട് അതിൽ വൈറ്റ് കളർ ലൈറ്റ്സൊക്കെ കൊടുത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ആരെങ്കിലും വീടൊക്കെ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻറ്റീരിയർ വർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്സാണ് അവരത്. ഇതൊരു നല്ല വലിയ ഡൈനിങ് ഏരിയ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല കളർ കോമ്പിനേഷനുമാണ് കൊടുത്തിട്ടുള്ളത്. അക്വ ഗ്രീനും വൈറ്റും മിക്സ് ആയിട്ടുള്ളൊരു സെറ്റാണിത്. ഇവിടെ വന്നാൽ അധികവും നമുക്ക് ലോക്കൽസിനെയാണ് കാണാൻ കഴിയല്. അവരാണ് ഇവിടുത്തെ കൂടുതലും കസ്റ്റമർ. ലോക്കൽസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അറബികൾ, അവരെ വിളിക്കുന്ന പേരാണ് ലോക്കൽസ്. പിന്നെ ഇവിടെ കുട്ടികളുടെ ഐറ്റംസും ഉണ്ട്. ഇതൊരു മിനി കിച്ചൺ സെറ്റാണ്. ഇതുപോലത്തെ വേറെയും കുറേ മോഡൽ അവിടെ ഉണ്ട്. ഈ ഒരു വീഡിയോ കുറച്ച് റിലാക്സ് ചെയ്ത് കാണേണ്ട വീഡിയോ ആണ്. ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തിട്ട് കാണാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഈ ഒരു വീഡിയോ എന്തായാലും ഇഷ്ടമാവും. നല്ല നല്ല ഫർണിച്ചറും കാര്യങ്ങളൊക്കെയാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇപ്പോൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, ഞാൻ മറുപടി തരും. പിന്നെ ഈ ഒരു സെക്ഷൻ മുഴുവനായിട്ട് നല്ല നല്ല സോഫ സെറ്റുകളും ചെയർസൊക്കെയാണ്. നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് അവിടെ. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ എൻ്റെ ഇക്കാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കൊരു വീടെടുത്താൽ ഇതുപോലത്തെ കിച്ചൺ വേണം, ഇതുപോലത്തെ ബെഡ്റൂം സെറ്റ് വേണം, ഇതുപോലത്തെ സോഫ സെറ്റ് വാങ്ങിയിട്ടിടണം എന്നൊക്കെ. നിങ്ങൾക്കും തോന്നുന്നുണ്ടാവും അല്ലേ? നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണേ.
ഇത് ചെറിയ ചെറിയ കോഫി ടേബിളും അതിൻ്റെ ചെയറൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ വെച്ചിട്ടുള്ളത്. നമ്മളൊരു വീട്ടിൽ പോയ ഫീലാണ് ഈ ഐക്കയിലേക്ക് വരുമ്പോൾ. ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവുകയും ചെയ്തു. അത്ര ആൾക്കാരൊന്നുമില്ല, ആൾക്കാരുണ്ട് ഒരുപാട്, പക്ഷേ അത്രയ്ക്കും വലുതായത് കാരണം ശരിക്കും പറഞ്ഞാൽ ഒരു മാളിൻ്റെ അത്രയും ഉണ്ട് ഈ ഒരു ഐക്ക എന്ന് പറയുന്നത്. അപ്പം ആൾക്കാരില്ലത് നമുക്ക് ഫീൽ ചെയ്യില്ല. അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യാൻ വരുന്നവരാണെങ്കിൽ കൂളായി, അതുപോലെ തന്നെ ടൈം എടുത്തിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതൊരു നല്ലൊരു കാര്യമാണ്. ഭയങ്കര വെയിറ്റ്. ഇതിവിടെ ചില സ്ഥലങ്ങളിൽ വെച്ചിട്ടുണ്ടാവും. ഇത് പേപ്പർ മെഷറിങ് ടേപ്പും പിന്നെ പെൻസിലും പേപ്പറൊക്കെയാണ്. ഇത് നമ്മളെ പർച്ചേസിങ് കുറച്ചുകൂടി ഈസി ആക്കി തരും. ഓഫ് കോഴ്സ് നമ്മളെ ഒരു ഫർണിച്ചർ ഷോപ്പിൽ പോകുമ്പോൾ ഇതിനൊക്കെ ആവശ്യം വരും അല്ലേ. കാരണം നമ്മളെ വീടിനനുസരിച്ചിട്ടുള്ള ഫർണിച്ചർ മാത്രമല്ല നമുക്ക് മേടിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ഷോപ്പിൽ വന്നാൽ നമ്മൾ സെയിൽസ്മാനൊന്നും വിളിച്ചിട്ട് ബുദ്ധിമുട്ടിക്കേണ്ടി വരില്ല. നമുക്ക് തന്നെ ടേപ്പ് എടുത്തിട്ട് മെഷർ ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ഇവർ കുറച്ചുകൂടി ഈസി ആക്കി തന്നിട്ടുണ്ട് കസ്റ്റമർക്ക് വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു സെക്ഷൻ മുഴുവനായിട്ട് നമ്മൾ സ്റ്റോറേജ് സ്പേസ് കൂട്ടുന്ന സംഭവങ്ങളൊക്കെയാണ് വാർഡ്രോബ് ഡിവൈഡ് ചെയ്യുന്നത്. അതൊക്കെയാണ് ഈ ഒരു സെക്ഷൻ മുഴുവനായിട്ട് വെച്ചിട്ടുള്ളത്. നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്, വെറൈറ്റി മോഡലിനായിട്ടുള്ളത്. ഇത് നമ്മൾ റൂം സ്പ്രേന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ്. ഇത് നമ്മൾ പൊളിച്ചിട്ട് ഒരു കൂട്ടക്കോത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തോളം ഇതിൻ്റെ സ്മെല്ലുണ്ടാവും എന്നാണ് പറഞ്ഞത്. ഞാൻ വേറൊരു യൂട്യൂബ് ചാനലിൽ കണ്ടതാണ്. അപ്പം അവരും ഐക്കിന്ന് വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഇവിടെ വന്ന് കണ്ടപ്പം ഞാനും ഒന്ന് മേടിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാമല്ലോ ഇത് ഒരു മാസത്തോളം സ്മെല്ല് നിലനിൽക്കുമെന്നുള്ളത്. ഈ ഒരു ഏരിയ മുഴുവനായിട്ട് ഡൈനിങ് ടേബിളും ചെയറും കാര്യങ്ങളൊക്കെയാണ്. നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് വെറൈറ്റി മോഡലിനായിട്ട്. ഈ ഒരു ഡൈനിങ് ടേബിൾ നല്ല രസമുണ്ടല്ലേ, നല്ല സിമ്പിളായിട്ടുള്ള മരത്തോട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കിച്ചണിൻ്റെ മോഡലും കളറും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല മെറൂണും ഗ്രേയും മിക്സ് ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ. നല്ല രസമുണ്ടല്ലേ. നമ്മളൊന്നും അധികം കിച്ചണിൽ കയറുന്നില്ലെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടം തോന്നുന്നുണ്ടല്ലേ. ഇതതുപോലെ തന്നെ ബ്ലാക്കും ഗ്രേയും ആയിട്ടുള്ളൊരു കിച്ചണാണ്. ഇതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ഒരുപാട് കിച്ചണുണ്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയുള്ള ഓരോ കിച്ചൺ ക്യാബിനറ്റിൻ്റെ ഡോറും ഭയങ്കര ഈസിയാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ അവിടെ സ്ലോ ആയിട്ട് പോയി ക്ലോസ് ചെയ്യും. ഇതും നല്ലൊരു കിച്ചണാണ്, നല്ലൊരു ഗ്രേ കളർ കൊടുത്തിട്ടുള്ള അടിപൊളി കിച്ചൺ. ഇതിൽ ഫ്രിഡ്ജും ഓവനും ഒക്കെ അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയുണ്ട്. ഇവിടെ കട്ടിംഗ് ബോർഡും പിന്നെ നമ്മളെ കിച്ചൺ ഡ്രോയറൊക്കെ ഡിവൈഡ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. പല മോഡലിലുണ്ട് നമ്മളെ കിച്ചൺ ഡ്രോയറിലും ഡിവൈഡ് ചെയ്യുന്നത്. ഇതൊരു മരത്തിൻ്റെ കളർ ടച്ച്, പിന്നെ ഇതൊരു വൈറ്റ് കളറിൽ വരുന്നത്. പിന്നെ ഈ ഒരു സെക്ഷൻ മുഴുവനായിട്ട് ബെഡ്, മാട്രസ്, പില്ലോസ്, അതുപോലെ തന്നെ കംഫർട്ട് സെറ്റ്, ബെഡ്ഷീറ്റ്, അങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു സെക്ഷൻ മുഴുവനായിട്ട്. നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നല്ലേ. ഈ ഒരു ബെഡിൽ കംഫേർട്ടിനിട്ടതും പില്ലോനിട്ട കവറൊക്കെ കണ്ടാവും. അത് നമുക്ക് ഇതുപോലെ മേടിക്കാൻ കഴിയും, ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഗൈസ്, ഇനിയും ഐക്കിയിലെ നല്ല നല്ല കാര്യങ്ങൾ കാണാനുണ്ട്. കുട്ടികളുടെ ബെഡ്റൂം സെറ്റും ലൈറ്റ്സും ചെടികളൊക്കെ കാണാനുണ്ട്. അപ്പം പാർട്ട് 2 ആയിട്ട് വരാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. പാർട്ട് 2 വീഡിയോ ആയി ഞാൻ വേഗം തന്നെ വരാം. അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ.